എന്റെ പടച്ചതമ്പുരാനെ കരുനീലിച്ച് കിടക്കണത് കണ്ടില്ലേ? ആ ദുഷ്ടന്റെ തലയിൽ ഇടുത്തി വീഴുള്ളൂ. എനിക്കൊന്നുമില്ല അമ്മ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. പെരുവഴിയിലിട്ട് പട്ടിയെ തലണ പോലെയല്ല അവൻ തല്ലിയത്. എന്നിട്ട് പാർട്ടിക്കാർ വന്ന് പറഞ്ഞപ്പോ പരാതി ഇല്ലാതെ എഴുതി കൊടുത്ത്. പരാതി കൊടുത്ത അയാൾ അകത്ത് പോയാ പിന്നെ ഇറങ്ങുമ്പോ അതിന് വേറെ ഇടി കിട്ടും. കിട്ടാനുള്ളതോ കിട്ടി. ഇനി അടുത്തതും കൂടി നമ്മൾ ചോദിച്ചു വാങ്ങണോ തോമേട്ടാ? എന്തോമ്മ? എന്നാലും എന്റെ മോനെ, ഉമ്മയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഈ ഉമ്മയുടെ കരച്ചിലാണപ്പോഴേ എനിക്ക് പിന്നെ സങ്കടം പറഞ്ഞേ. ദേ പിന്നെയും കരയണം. ആ ഉമ്മ രാവിലെ ജമാലിന്റെ ഫോൺ വന്നിരുന്നു. അവൻ ചിലപ്പോ പെരുന്നാളിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരാണോ? ലീവ് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓന്റെ സ്വരം കേട്ടിട്ട് കാലം എമ്മിണിയായി. എന്തായാലും അവന് പെരുന്നാളിന് വരൂല്ലോ. വെള്ളത്തിന്റെ ചൂടാറി, നമ്മൾ പോയി ചൂടാക്കിട്ട് വരാം. ഞാൻ വിഷയം മാറ്റിയതാ. ഉമ്മാനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ജമാലിന്റെ കാര്യം പറഞ്ഞ. എത്ര കാലമെന്ന് വെച്ചാ ഉമ്മാനോട് ഇങ്ങനെ കള്ളം പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഉമ്മ കാത്തിരിക്കണ ഉമ്മാടെ മോൻ മരിച്ചു പോയെന്ന് പറയണോ? ദുബായിക്ക് പോകാനുള്ള മോഹമായിട്ട് ബോംബെ ചെന്ന് എല്ലാം നഷ്ടപ്പെട്ടപ്പോ റെയിലിന് തലവച്ചൊരു ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ എങ്ങനെ? എനിക്കിങ്ങനെ പറ്റിയിട്ട് പോലും ഉമ്മയ്ക്ക് സഹിക്കണില്ല. അപ്പൊ പിന്നെ ഉമ്മയുടെ മോൻ ജീവിച്ചിരിപ്പില്ലെന്ന് അറിഞ്ഞ ഉമ്മാടെ കണ്ണീരാണ്. എനിക്ക് വയ്യ തോമേട്ട. $3.99 മുഴുവൻ ചില്ലറയാണല്ലോ. പിച്ചക്കാരനാണോ? പിച്ചക്കാരന്റെ അപ്പനാടാ. വെറുതെ ദൈവം നിനക്ക് കൂലന്ന് തേണ്ടി. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. ബസ് വരും, ഇപ്പൊ വേണം. ആരും കാണില്ല. വാ. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കാണ, അതും സർക്കിളിന്റെ മോള്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഞാനൊന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. വേഗം വരണം, ബസ് പോരും. എടാ ഭയങ്കര, ഇത്ര പെട്ടെന്ന് വളച്ചോ? ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വളഞ്ഞിരിക്കുന്നവന്മാരാണ് ഇഷ്ടം. പ്രസാദ് സാറ് രാവിലെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. വന്നാലുടനെ ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു. വേഗം വിളിച്ചോളൂ. ഓ, അങ്ങോട്ട് വിളിക്കാതിന് ഇങ്ങോട്ട് വന്നു. ഹലോ, ഇൻകമിങ് എനിക്കാണോ? അല്ലെ തറവാട്ട് പറഞ്ഞോളതാ. ഹലോ, കുഞ്ഞൻ STSTD ബോത്ത്. ആ, അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ, ഞാൻ ലക്ഷ്മിയാ. എത്ര പ്രാവശ്യം വിളിക്കണു? എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. കുറച്ചു നാളത്തേക്കെങ്കിലും കാണാതിരിക്കുന്നതാ നല്ലത്. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്നറിഞ്ഞാ എന്റെ പഠിപ്പ് നിർത്തുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട, ഞാനിന്ന് നിന്റെ കോളേജിലേക്ക് വരും. പ്രസാദ്, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. അയ്യോ, ബസ് വന്നു. ഹലോ ഹലോ ഹലോ. ആ, കോളേജ് ബസ് വന്നുകൊണ്ട് ലക്ഷ്മി കുഞ്ഞ് പോയി. പോയോ? എനിക്ക് അവിടെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പ്രസാദ് സാർ വിഷമിക്കണ്ട, നിങ്ങൾക്ക് തമ്മിൽ കണ്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓ ശരി. ഹലോ, ഞാൻ പ്രസാദ്. മനസ്സിലായി. വിമൽ കുമാർ അല്ലേ? താങ്ക് യു. ഞാനല്ലാതെ വേറൊരാളെന്നെ ആദ്യമായിട്ടാ വിമൽ കുമാർ എന്ന് വിളിക്കുന്നേ. നന്ദിയുണ്ട് കേട്ടോ. പൂച്ചക്കണ്ണാണല്ലേ? 4 കാലിലെ വീഴൂ. ആ,
ആളെത്തിയല്ലോ. സാറ് പോയി അകത്തിരുന്നോ, ഞാൻ പോയി വിളിച്ചോട്ട് വരാം. ഇരിക്കണ കണ്ടില്ലേ കള്ളൻ. ഒരു എക്സ്ക്യൂസ് മീ, ലക്ഷ്മി കുഞ്ഞിന് വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നു, ഹോൾഡ് ചെയ്യാ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അമ്മ വിഷമിക്കും. ബൂത്തിലെ നമ്പർ ഞങ്ങളുടെ അമ്മയ്ക്കും കൂടി കൊടുത്തോട്ടെ. അമ്മയ്ക്കോ അച്ഛനോ ബോയ് ഫ്രണ്ടിനോ ആർക്കും കൊടുത്തോളൂ. ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? ബോയ് ഫ്രണ്ട് ഇല്ല, ഈ വിഷമിക്കുന്ന എന്തിനാ? 33415 വിളിച്ചാ മതി. അവിടെ എന്തിനും പോകുന്ന നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആധാരുടെ നമ്പറാ? വിമൽ കുമാറിന്റെയാ. അതാരാ? യാതന്റെയാ. ഞാനും നിങ്ങൾ ചെല്ലട്ടെ. വാസണ്ണോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് സംസാരിക്കാം. എന്താണ് തല്ലുകൊണ്ടതിന് ശേഷം ഒരു സ്നേഹം? ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യോ, അകത്തൊരു IST കോൾ വിളിച്ചോണ്ടിരിക്ക. അണ്ണന് ചായ വേണ്ടി കണ്ടോ, നമുക്ക് ഓരോ കടിയായാലോ. മാറാ വാസണ്ണ. ഇതാണ് ISD. ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. വേണ്ട വാസണ്ണ, വിട്ടേക്ക്. സർക്കിളേമാന്റെ മോളാ. ഓഹോ, സർക്കിളേമാന്റെ മോളാണോ? അപ്പൊ കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ. മാറിയില്ലെങ്കിലോ? വാസണ്ണ, ഞാൻ കാല് പിടിക്കാം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് പോരു വാസണ്ണ. എന്തിനാ എന്റെ ശരീരം കേടാക്കുന്നേ? അവരായി അവരുടെ പാടായി. അയ്യോ, എന്റെ ബസ്. ആരാ വാസന തല്ലിട്ട് പോയേ? ആരോടും പറയണ്ട, എന്നെ തല്ലിയതിന് ഞാൻ ടൗണിൽ നിന്ന് ആളെ ഇറക്കിയതാ. ഓഹോ, രൂപ 2000 ചെലവ്. എന്നെ നോയിച്ചണ്ടല്ലോ, ഞാൻ തന്നെ മേടിച്ചു പോയി. പെട്ടി കുലുക്കാൻ നേരം നടാ, ആ ബൾബിന്റെ ഫിലമെന്റ് പോവും. ഒട്ടിക്കത്ത ആ ജീപ്പിന്റെ വീല് പഞ്ചറാങ്ങേണ്ട സമയേ. വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പറയായിരുന്നല്ല, കാശ് ലാഭിച്ചല്ലേ. ചുമ ഞാൻ ചുമച്ചില്ലല്ല. സാധനം ചുമക്കാൻ. ഏതോ നാടോടികൾ എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ, പാവം, കണ്ണിലെന്ന് തോന്നണ. എന്തിനാ കണ്ണ്? ഈ ആലിലക്കണ്ണ് എനിക്കിഷ്ടമായി. ഞാനിപ്പോഴേ ഹാപ്പിയാ. ഞാനൊന്ന് പോയി പരിചയപ്പെട്ടാലോ? പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ICU 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ. ചുമയ്ക്ക് ഒരു കുറവില്ലല്ലോ. ഈശ്വര, കൈ പൊള്ളണു. അച്ഛൻ കിടക്ക്, ഞാൻ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. കാശല്ലേ അരി വാങ്ങിച്ചത്? അച്ഛൻ കിടക്ക്, കാശ് ഞാൻ ആരോടെങ്കിലും വാങ്ങിക്കോളാം. കിടക്കച്ച. വടയെന്ന് കൊടുക്കട്ടെ? വട വേണ്ട. പഴോ? വേണ്ട. സിംഗിൾ പഴം വേണ്ടടോ. ഓ,